ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരുപാട് നാളായി ഡേ ആൻഡ് മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഒരു ഡേ ആൻഡ് മൈ ലൈഫ് വീഡിയോ ആണ്. മാത്രമല്ല എല്ലാ ഒട്ടുമിക്ക പ്രവാസികൾക്കും വീക്കെൻഡിൽ എല്ലാ പണികളിൽ നിന്നൊക്കെ ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു ഓഫ് ഡേ ഉണ്ടാവും. അപ്പോൾ വീക്കെൻഡ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം ഒട്ടുമിക്ക എല്ലാവരുടെയും ഒരു ഓഫ് ഡേ എന്ന് പറയുന്നത് ഫ്രൈഡേ ആയിരിക്കും. ഫ്രണ്ട്കാർക്ക് ഓഫീസ് ലീവ് ഉള്ളത് ഫ്രൈഡേ മാത്രമേ ഉള്ളൂ കേട്ടോ. വീക്കിൽ ഒരു 1 വീക്കിൽ ഫ്രൈഡേ മാത്രമാണ് ലീവ്. ചിലർക്കൊക്കെ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ഉണ്ടാവും. ഇനി മറ്റു ചിലർക്കൊക്കെ സ്വന്തം ബിസിനസ്സും അല്ലെങ്കിൽ ഷോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഡേ വർക്കിംഗ് ഡേ ആയിരിക്കും കേട്ടോ, ഓഫൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ ഡേ എന്ന് പറയുന്നത് ഈ ഒരു ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പോൾ അന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ അല്ലെങ്കിൽ മിക്ക ഫ്രൈഡേയും ഞങ്ങളത് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലിട്ട് പോവാം. ഇതിപ്പോൾ ഞാൻ തേഴ്സ്ഡേ മുതലാണ് കേട്ടോ വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം പൊതുവേ എല്ലാവരും ഫ്രൈഡേ ലീവ് കിട്ടുമ്പോൾ ഒരു തേഴ്സ്ഡേ നൈറ്റിലൊക്കെയാണ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോവുക. കാരണം ഇവിടുത്തെ ചൂടും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നൈറ്റിലാണ് അധികം ആളും പുറത്തേക്കൊന്ന് കറങ്ങാനൊക്കെ ഇറങ്ങുക. പിന്നെ പകൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ പകൽ പോകേണ്ട വല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകൂട്ടോ. അപ്പം ഞാൻ തേഴ്സ്ഡേ ഒട്ടുമിക്ക എല്ലാ തേഴ്സ്ഡേയും ഒരു 3 മണിയാകുമ്പോൾ കിച്ചണിലോട്ട് കയറും. ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ടും അതും മാത്രമല്ല ഒരു സ്പെഷ്യൽ റെസിപ്പിയും കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഇന്ന് കുറച്ച് നേരത്തെ തന്നെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. പൊതുവേ ഞാൻ തേഴ്സ്ഡേ ഒക്കെ ആകുമ്പോൾ ഒരു 3 മണിയൊക്കെ കിച്ചണിൽ കയറിയിട്ട് ഫ്രൈഡേക്കുള്ള ഫുഡും കൂടി റെഡിയാക്കി എടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ഇങ്ങനെ ലീവൊക്കെ ഉള്ള ദിവസം ആ ഒരു ഡേ നമുക്ക് എത്രത്തോളം സ്പെഷ്യലാക്കി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പുറത്തൊക്കെ ഒന്നും പോയിട്ടില്ലെങ്കിലും നമുക്ക് റൂമിൽ തന്നെ ഒരു ദിവസം അത്രയും ഹാപ്പി ആയിട്ട് ആ ഒരു സ്പെഷ്യലാക്കിയിട്ട് എടുക്കാൻ പറ്റും എന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. മിക്ക തേഴ്സ്ഡേകളിലും ഞാനും റെൻകാക്ക് നോമ്പ് എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ കുറച്ച് നോമ്പൊക്കെ നോറ്റ് വീട്ടാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ നോക്കും. റെൻകാക്ക എന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ ഭയങ്കര കൺട്രോളാണ്, തടി കൂടാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിലൊക്കെ കഴിയുമ്പോൾ നോമ്പ് എടുക്കുമ്പോൾ അധികവും ഇങ്ങനെ തേഴ്സ്ഡേ തന്നെയാണ് കേട്ടോ നോമ്പ് എടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തേഴ്സ്ഡേ നൈറ്റിൽ നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്ത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാറുണ്ട്. എന്തെങ്കിലും ഫ്രൈയോ അല്ലെങ്കിൽ കൂടുതലായിട്ടും റൈസാണ് ഉണ്ടാക്കാറുള്ളത്. അതിൻ്റെ കൂടെ എല്ലാ ജ്യൂസും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് ജ്യൂസോ ആണെങ്കിലും സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ് ലാസ്റ്റാണ് റൈസ് ആണെങ്കിലും എന്താണെങ്കിലും ഉണ്ടാക്കാനായിട്ട് നിൽക്കുക. കാരണം ഞാൻ ഫ്രൈഡേക്കുള്ളതും കൂടി തേഴ്സ്ഡേ ഉണ്ടാക്കി വെക്കും. എന്താണെന്ന് വെച്ചാൽ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഒരു 1 ഡേ ലീവുള്ളൂ. അന്ന് നമ്മൾ കിച്ചണിലോട്ട് കയറിയാൽ അവിടെ തന്നെ പകുതി ടൈമും കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ തേഴ്സ്ഡേ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചാൽ ആ ഒരു 1 ഡേ ലീവ് ഉള്ളത് നമുക്ക് മക്കളുടെ കൂടെയും ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വൈകുന്നേരം ഒക്കെയാണല്ലോ ഈ ഒരു ഫുഡ് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ തണുപ്പൊക്കെ ആവുന്ന സമയത്ത് ഞാൻ ഫ്രിഡ്ജിലോട്ടൊന്നും വെക്കാറില്ല. അത് അങ്ങനെയൊക്കെ തന്നെ നമ്മൾ റൂമിൽ AC കൂടി ഇടുമ്പോൾ കേടൊന്നും ആവില്ല. പിന്നെ രാവിലെ ഒരു ജുമാൻ്റെ സമയത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ കഴിക്കാനാവുമല്ലോ. അപ്പോൾ അങ്ങനെ കേടാവലൊന്നുമില്ല. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബിരിയാണി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ മജസ്റ്റിക് റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വീഡിയോ ഒരുപാട് ലോങ് ആയി പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം ഇതിൻ്റെ റെസിപ്പി ഇല്ല കേട്ടോ. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്നങ്ങ് പുറത്തോട്ട് ഇറങ്ങി. കറങ്ങാനൊന്നും വന്നതല്ല, ഞാൻ എൻ്റെ ഒരു മിക്സി കേടായിട്ട് ഒരുപാട് നാളായിട്ടോ. അപ്പോൾ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഇങ്ങനെ പോവായിരുന്നു. അപ്പുറത്തെ റൂമിലെ ഫാമിലി നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് മിക്സി കൊണ്ടുവന്നിട്ടൊക്കെ ആയിരുന്നു ഇതുവരെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ച മിക്സി ആയിരുന്നു. 2 വർഷം വാറൻറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വില കൊടുത്ത് തന്നെ നല്ലത് നോക്കി വാങ്ങിയതാണ്. പക്ഷെ പെട്ടെന്ന് കേടായിപ്പോയി.
സത്യത്തിൽ എനിക്ക് ഒരു മിക്സി ഏതാ നല്ലത് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വിലയുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും കേടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ കമ്പനിയൊന്നും നോക്കാതെയാണ് വാങ്ങിയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കേടായിപ്പോയി. പിന്നെ ഞങ്ങൾ വാറൻറ്റി ഉള്ളതുകൊണ്ട് തന്നെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അതിൻ്റെ വാറൻറ്റി കാർഡ് കൊണ്ടുപോയി കാണിച്ചു. പക്ഷേ അവർക്ക് അതിൻ്റെ ബില്ല് വേണ്ടായിരുന്നു. അപ്പോൾ ബില്ലുണ്ടെങ്കിൽ അത് നന്നാക്കി തരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നന്നാക്കാനൊന്നും നിന്നില്ല. പിന്നെ ഷോപ്പിൽ പോയി ചോദിച്ചപ്പോൾ അതിൻ്റെ മോട്ടർ പോയതാണെന്നോ, ആ മോട്ടറിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്, അപ്പോൾ അതിലേറെ നല്ലത് വേറൊരു മിക്സി വാങ്ങുന്നതാണെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ക്യാരിഫോറിൽ വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ലുലുവിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് രണ്ടാമത്തെ മിക്സിയാണ്. ഞാൻ അത്രക്കും സൂക്ഷിച്ചിട്ടാണ് യൂസ് ചെയ്യൽ. പക്ഷേ എങ്ങനെയാണിത് കേടാവുന്നത് എനിക്കറിയില്ല. ഇവിടുത്തെ മിക്സി അത്ര ക്വാളിറ്റി ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു മിക്സി വാങ്ങാൻ ഭയങ്കര പേടിയാണ്. ഏതാ നല്ലത് എന്നൊക്കെ ഞാൻ പിന്നെ യൂട്യൂബിലൊക്കെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാരിഫോറിൽ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇന്ന് വന്നതും വെറുതെ ആയിപ്പോയി. കാരണം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടുള്ള ആ ഒരു കമ്പനിയുടെ മിക്സി ഒന്നും ഇവിടെ ഏതും കണ്ടില്ല കേട്ടോ. പിന്നെ ആദ്യത്തെ പോലെ തന്നെ ഏതെങ്കിലും ഒരു മിക്സി എടുത്ത് വരണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ എടുക്കാതെ തിരിച്ചു പോന്നു. 2-3 സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ച് പോന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു ഫിലിം കാണാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. അപ്പോൾ എല്ലാ തേഴ്സ്ഡേയും ഞങ്ങൾ ബെഡ് ഈ ഒരു ഹാളിൽ കൊണ്ടുവന്നിടും. എന്നിട്ട് ഇവിടെയാണ് കിടക്കാറുള്ളത്. കാരണം ഞങ്ങൾ രാവിലെ മോർണിംഗ് വരെ ഉറങ്ങാറില്ല. മക്കളെ ഞാൻ തേഴ്സ്ഡേ ഉച്ചയ്ക്ക് നന്നായിട്ടൊന്ന് ഉറക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈറ്റിൽ മക്കൾക്ക് ഉറക്കമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സുബഹി ബാങ്ക് കൊടുത്തിട്ട് നമസ്കരിച്ചിട്ടാണ് പിന്നെ കിടക്കാറുള്ളത്. മക്കൾ അതിൻ്റെ ഇടയ്ക്ക് ഉറക്കം വന്നാൽ ചിലപ്പോൾ ഉറങ്ങാറുമുണ്ട്. ഇപ്പോൾ കിച്ചണിലെ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞാൽ അകമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കും, ബെഡ് ഇടാനുള്ളത് കൊണ്ട് തന്നെ. എങ്കിലും അകം ഞാൻ എത്ര ക്ലീൻ ആക്കിയാലും മക്കളുള്ളത് കൊണ്ട് എപ്പോഴും മുഷിഞ്ഞായിരിക്കും കേട്ടോ കിടക്കാറുള്ളത്. ഇപ്പോൾ ചുമരൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പെരുന്നാൾ ലീവിന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് റൂമൊക്കെ ഒന്ന് റെഡി ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഫിലിം കാണുന്നത് കൊണ്ടാണ് കേട്ടോ ഇന്ന് സ്പെഷ്യലായിട്ട് ഈ ഒരു ചിക്കൻ മജസ്റ്റിക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഫിലിമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാറുണ്ട്. ആ ഒരു ഫിലിമും കണ്ട് ഇങ്ങനെ കഴിച്ചിരിക്കാൻ നല്ല രസമാണല്ലോ. എല്ലാ തേഴ്സ്ഡേ ഒന്നുമില്ല കേട്ടോ, വല്ലപ്പോഴൊക്കെ ഉള്ളൂ ഇങ്ങനെ ഫിലിമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാറുള്ളത്. എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഫിലിം അത്ര ഇഷ്ടമൊന്നുമില്ല കാണുന്നത്. റെൻകാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിലർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. പക്ഷെ എനിക്ക് പൊതുവേ ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ. പിന്നെ എല്ലാവരും ഒരുമിച്ചൊക്കെ ഒന്ന് ഇരുന്ന് കാണുമ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിൽ കാണും എന്നുള്ളൂ. പിന്നെ ഓരോ ഫിലിമും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ഓരോ ഫിലിമിൻ്റെ ഇതിനനുസരിച്ച് നിൽക്കും. ചിലപ്പോൾ ഞാൻ കാണും, അല്ലെങ്കിൽ കാണൂല. മിക്ക തേഴ്സ്ഡേയും റെൻകാക്ക ഫുള്ള് ഫിലിം കണ്ടിരിക്കലാണ്. ഞാൻ കാണലൊന്നുമില്ല. ഞാൻ വല്ല എഡിറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫോണിൽ അങ്ങനെ കളിച്ചിരിക്കും. മക്കൾ പല വീഡിയോസൊക്കെ ടാബിൽ വിട്ട് വെച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് കണ്ടിരിക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്ന ഫിലിം ആവേശമാണ് കേട്ടോ. നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ആവേശം നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാമെന്ന് തോന്നിയിട്ട് കാണുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കഴിച്ച് ഫിലിമൊക്കെ കണ്ടിരിക്കാൻ നല്ലൊരു രസമാണ്, വൈബാണ് കേട്ടോ. ഞാൻ ഫിലിമൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് കഴിച്ചങ്ങനെ കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തതാണ് ചിക്കന്. പക്ഷേ ഇത് തുടങ്ങി കുറച്ചായപ്പോൾ തന്നെ ചിക്കനൊക്കെ കാലിയായി കഴിഞ്ഞു. കാരണം വലിയ എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അമ്നും ആനിയൊക്കെ നല്ലോണം കഴിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ. ഫിലിം ഒന്ന് രസത്തിൽ വന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് രസത്തിൽ കഴിക്കാനൊന്നും പറ്റിയില്ല. ഫസ്റ്റ് തന്നെ കുറച്ച് നേരം ഒരു അരമണിക്കൂറായപ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞു. ഇങ്ങനെ ഫിലിമൊക്കെ ഒന്ന് കണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ നല്ല മഴയത്തൊക്കെ നല്ല കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഒന്ന് കഴിക്കാനൊക്കെ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിന്ന് കോഫിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പൊതുവേ വല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴൊക്കെ വല്ല 7-അപ്പോ മിറണ്ടയൊക്കെ ഒന്ന് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇന്ന് മറന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഫിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കോഫി ഞങ്ങൾ രാവിലെ വരെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടിരുന്ന് സുബഹി നമസ്കരിക്കാനാണ് സമയത്ത് കോഫി ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വേറെ കൂൾ ഡ്രിങ്ക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ തന്നെ ഇതിൻ്റെ കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ ഫിലിമൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഫോണിൽ അങ്ങനെ കളിച്ചിരിക്കും. റെൻകാക്ക വല്ല ഇംഗ്ലീഷ് മൂവി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കും. ഇപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും രാവിലെ വരെ നിൽക്കാറില്ല. ഇടയ്ക്ക് വെച്ചിട്ട് എല്ലാവരും ഒന്ന് ഉറങ്ങിപ്പോവും.
അപ്പോൾ ഇന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഇന്ന് മൂവിയൊക്കെ ഒന്ന് ഫുള്ള് കണ്ട് ഫോണിലൊക്കെ ഇങ്ങനെ ഓരോന്ന് കളിച്ചിരുന്ന്. അപ്പോൾ ഞാൻ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ ഒലുവൊക്കെ എടുത്ത് വന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് ഖുർആൻ ഓതി നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് കിടക്കാൻ നിൽക്കും. മക്കൾ ഇന്ന് ഉറങ്ങിയിട്ടില്ല, കാരണം തലേ ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഒരുപാട് നേരം ഉറക്കിയിട്ടുണ്ടായിരുന്നു. ചില ദിവസം ഉറങ്ങാത്ത ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ രണ്ടാളും ഉറങ്ങും. എനിക്ക് തേഴ്സ്ഡേ ആണ് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നൈറ്റിൽ ഫുള്ള് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിച്ചിരിക്കാനും എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കാനൊക്കെ. അപ്പോൾ അവന് തേഴ്സ്ഡേ ആണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഇപ്പോൾ സ്കൂളുള്ളത് കൊണ്ട് തന്നെ ഉച്ചക്ക് തലേ ദിവസം ഉച്ചക്ക് ഉറക്കാത്ത ദിവസങ്ങളിലാണെങ്കിൽ ക്ഷീണം കൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോവും. അങ്ങനെ സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കിടന്നാൽ ഞങ്ങൾ ഒരു ഫ്രൈഡേ ജുമ ഉള്ളത് കൊണ്ട് തന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. ഞാൻ പിന്നെ ബെഡിൽ തന്നെ അങ്ങനെ കിടക്കും. ആനയും റെൻകാക്കി എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ജുമക്ക് പോകാനായിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ ബെഡിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. റെൻകാക്ക് പിന്നെ ചാവി ഉള്ളത് കൊണ്ട് തന്നെ ലോക്കാക്കിയിട്ടാണ് പോകാറുള്ളത്. അങ്ങനെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിടക്കാനൊന്നും നിൽക്കില്ല. അവർ വരുമ്പോഴേക്കും എൻ്റെ കുളിയും അതുപോലെ നമസ്കാരവും ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ഒന്ന് ചൂടാക്കാനായിട്ട് നിൽക്കും. അപ്പോൾ കുക്കറിൽ ഞാനിങ്ങനെ ബിരിയാണിയൊക്കെ ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കലാണ് കേട്ടോ. ഇങ്ങനെ ചൂടാക്കിയെടുക്കുമ്പോൾ നല്ല റൈസിന് നല്ല സോഫ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല ചൂടാക്കി കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഇതൊന്ന് അടുപ്പത്ത് വെച്ച് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ പല്ല് തേപ്പും അതുപോലെ കുളിയൊക്കെ കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ബെഡിൽ തന്നെ അവർ വരുന്നതും കാത്ത് നിൽക്കും. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ ചോറ് കഴിക്കാനായിട്ട് നിൽക്കും, കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ നേരെ പള്ളിയിൽ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞാൽ വേഗം ചോറൊക്കെ ഒന്ന് എടുത്ത് വെക്കും. അപ്പോൾ ഞാൻ കുക്കർ വിസിലടുപ്പിച്ചെടുക്കാറില്ല കേട്ടോ. ഒന്നങ്ങ് ആവി കയറുമ്പോൾ തന്നെ ഓഫാക്കിയിടും. അപ്പോൾ കണ്ടില്ലേ, നല്ല ആവിയോട് കൂടിയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച റൈസാണെങ്കിലും ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കാനാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ആവി കയറ്റിയാൽ നല്ല സോഫ്റ്റായിട്ടുള്ള റൈസായിട്ട് കിട്ടും കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഇനിയിപ്പോൾ നെയ്ച്ചോറാണെങ്കിലും വല്ല കഫ്സ ആണെങ്കിലും ബിരിയാണിയൊക്കെ ആണെങ്കിലും ചൂടാക്കി എടുക്കാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഒന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തലേ ദിവസം റൈസൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ സത്യം പറഞ്ഞാൽ നമുക്കും എല്ലാ ദിവസവും കിച്ചണിൽ ഇങ്ങനെ കയറി ഫുഡ് ഉണ്ടാക്കുന്നതും എന്നും ഇതന്നെയല്ലേ. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു ലീവ് കിട്ടാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ ആ ഒരു ലീവുള്ള ദിവസം നമ്മൾ ഒന്ന് ഫ്രീ ആയി കിട്ടും. മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ ഒന്ന് ലീവുള്ള ദിവസം കുറച്ചധികം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. അല്ല നമ്മൾ അന്ന് കിച്ചണിലേക്ക് കയറാൻ നിന്നാൽ എന്തായാലും കുറച്ച് നേരം അവിടെ സ്പെൻഡായി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കഴിയും. അല്ലെങ്കിൽ തന്നെ റെൻകാക്ക പറയുന്നതാണ്, വ്യാഴാഴ്ച തേഴ്സ്ഡേന് തുടങ്ങും ലീവ് കഴിഞ്ഞു എന്നുള്ളത്. ആ ഒരു 1 ഡേ എന്നുള്ളത് എത്ര പെട്ടെന്നാണ് കഴിയുന്നത് അറിയില്ല, കാരണം അത്രക്കും വില പിടിച്ചിട്ടുള്ള ഒരു ദിവസമാണ് ലീവുള്ള ദിവസം എന്ന് പറയുന്നത്. പിന്നെ റെൻകാക്ക് ഏറ്റവും ഇഷ്ടം ലീവുള്ള ദിവസം റൂമിൽ തന്നെ നിൽക്കുന്നതാണ്. ഒന്നെങ്കിൽ കിടന്നുറങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫിലിമൊക്കെ കണ്ടിരിക്കുക. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പുറത്ത് പോകുന്നതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. പിന്നെ ഞാനിപ്പോൾ അങ്ങനെ നിർബന്ധിക്കാറൊന്നുമില്ല. ഞാൻ മക്കൾക്കും വേണ്ടി എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ അങ്ങനെ നിർബന്ധിക്കാറുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ട് സ്കൂളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഒഴിവുമില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ പാർക്കിൽ നടക്കാൻ പോകലും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ പുറത്ത് പോയിട്ട് ഇപ്പോൾ കുറേ ആയി. പെരുന്നാൾക്ക് പോയതാണ് കേട്ടോ. എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് കുറേ ആയി. അല്ലെങ്കിൽ വല്ല മാളിലോട്ടോ അല്ലെങ്കിൽ സാധനം വാങ്ങാനൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പോകുന്നല്ലാതെ കറങ്ങാൻ പോയിട്ടൊക്കെ കുറേ ആയിട്ടോ. ഇപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ചിലപ്പോൾ വിചാരിക്കും എന്നും കറങ്ങാൻ പോകലും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കലും ഒക്കെ, അതൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുന്നവരിപ്പോൾ എന്നും അങ്ങനെയൊന്നും ആയിക്കോണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ കുറേ വീഡിയോ എടുത്ത് വെച്ചത് അങ്ങനെ ഇട്ടു എന്നൊക്കെ ഉള്ളൂ, അല്ലാതെ എന്നും അങ്ങനെ കറങ്ങാനും പോകില്ല. അതുപോലെ തന്നെ ഫുഡൊന്നും ഇങ്ങനെ സ്പെഷ്യലായിട്ട് എന്നും ചിക്കനും ഇങ്ങനെ സ്പെഷ്യൽ ഫുഡൊന്നും അല്ല കേട്ടോ. അതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചത് എന്നും ഇങ്ങനെ അപ്ലോഡ് ആക്കുന്നേ ഉള്ളൂ.
അപ്പോൾ ഇന്ന് ഒരു ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ലീവുള്ള ദിവസം എല്ലാവരുടെയും നഖമൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കും. റെൻകാക്കാൻ്റെ ഫസ്റ്റ് വെട്ടോടാ. സ്വന്തമായിട്ട് നഖം തീരെ വെട്ടൂല. അത് ഇപ്പോഴും നല്ല ചെറുപ്പം മുതലേ ഉള്ള പഠിപ്പാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കും കല്യാണത്തിന് മുന്നേ ഇപ്പോൾ നിങ്ങൾക്ക് ആരോ വെട്ടി തന്നേന് എന്നുള്ളത്. അപ്പോൾ ഞാൻ കസിൻസിനെ കൊണ്ട് വെട്ടിക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തീരെ നഖം വെട്ടാൻ ഭയങ്കര മടിയാണ്. അത് ഞാൻ തന്നെ വെട്ടി കൊടുക്കണം. അതിന് നല്ല പൊതുവേ എല്ലാത്തിനും മടിയാണ്. ഒരു പണിയൊന്നും എടുക്കില്ല. വീട്ടിൽ അങ്ങനെ ഒന്നും വല്ല ഹെൽപ്പൊന്നും ചെയ്യില്ല കേട്ടോ. പിന്നെ ഞാനങ്ങനെ നിർബന്ധിക്കാറുമില്ല. കാരണം അവർക്ക് ജോബും അതന്നെ ഉണ്ടല്ലോ. പിന്നെ നമ്മളിവിടെ ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ഒന്നും ഞാൻ പറയാറുമില്ല. അങ്ങനെ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ റെൻകാക്ക എന്തെങ്കിലും മൂവിയോ അധികവും ഇംഗ്ലീഷ് ഫിലിം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കലാണ്. ചില ദിവസം തലേ ദിവസം ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ചില ദിവസം ഉറങ്ങും. മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഉറങ്ങാറുണ്ട്. കാരണം ഉറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം ലീവ് കിട്ടുന്നത് ഫുള്ള് ഉറങ്ങണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു. പണികൾ പറഞ്ഞാൽ മോൻ്റെ ബുക്കൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നടിച്ച് കൊടുക്കണം. പിന്നെ മോൻ്റെ യൂണിഫോമിൻ്റെ പാൻറ്റിൻ്റെ ആ ഒരു ബട്ടണ് പോന്നിട്ടുണ്ടായിരുന്നു. അത് തുന്നാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് എടുത്തത്. പക്ഷെ അത് തുന്നാൻ പറ്റുന്ന ബട്ടണല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതവിടെ വെച്ചു. അങ്ങനെ ബുക്കൊക്കെ ഒന്ന് പിന്നടിക്കാനുള്ളത് പിന്നൊക്കെ ഒന്ന് അടിച്ച് എൻ്റെ പേരൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. അങ്ങനെ നൈസിൽപ്പുമ്മ പേരൊക്കെ ഒന്ന് എഴുതി. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റി വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പണികളുണ്ടാവും. അതിങ്ങനെ ഫ്രൈഡേ എനിക്കൊക്കെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലാണ് ഇതൊക്കെ ചെയ്യുക. ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒപ്പം ഇരുന്ന് എന്തെങ്കിലും സംസാരിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒപ്പം ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരം കുറവാണ്. ഫുള്ള് ഫിലിം കണ്ടിരിക്കലാണ് റെനിക്കാക്ക. എങ്കിലും അവിടെ ഒരുമിച്ചിരിക്കും. ഇതിപ്പോൾ ഉറങ്ങുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനിതിനൊക്കെ നിന്നത്. ആ ഒരു നെയ്സിലിപ്പുമ്പോൾ ഞാൻ പേര് എഴുതിയത് ഈ ഒരു ബ്രഷ് കളർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എഴുതിയിട്ട് വലുതായി വരുന്നത് പോലെ തോന്നിയപ്പോൾ പിന്നെ ഞാൻ പെന്നുകൊണ്ട് തന്നെ എഴുതി. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിയതാണ്. എനിക്ക് വാങ്ങിയതാണ്, മക്കൾക്കല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പെൻ, ഇതിനെന്താ പറയുക, ബ്രഷ് കളറെന്നോ അങ്ങനെ എന്തോ പറയും. എനിക്ക് നല്ല നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ എഴുതുന്നത് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ഇങ്ങനത്തെ കളറൊക്കെ കണ്ടാൽ ഞാനിങ്ങനെ വാങ്ങിച്ച് വെക്കും. ഞാൻ ഫസ്റ്റൊക്കെ പണ്ടൊക്കെ നന്നായിട്ട് പെയിൻറ്റും ചിത്രമൊക്കെ നന്നായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വല്ലാതെ ഇൻട്രസ്റ്റൊക്കെ ടൈമൊന്നും കിട്ടാത്തതുകൊണ്ട് വല്ലാതെ അങ്ങനെ കളറൊന്നും കൊടുക്കാറില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് ഇങ്ങനെ എഴുതണം എന്നൊക്കെ തോന്നിയപ്പോൾ ഒന്ന് വാങ്ങിച്ച് വെച്ചതാണ്. അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ ഒന്ന് റെനിക്കാക്കാൻ്റെ കഴിഞ്ഞാൽ ഫ്രൈഡേ തീർന്നു കേട്ടോ. ഒരു ലീവുള്ള ദിവസം അന്നത്തോടു കൂടി തീർന്നു. പെട്ടെന്ന് ഫ്രൈഡേ കഴിയുന്ന അറിയില്ല. ഒന്നാമത് ഈ ഒരു ഉച്ചയ്ക്ക് എണീറ്റ് പള്ളിക്കും കൂടി പോയി വന്ന് കഴിഞ്ഞാൽ പിന്നെ ടൈം തീരെയില്ല. ഉറക്കം കൂടിയും കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. ഫ്രൈഡേകളിൽ ഞങ്ങൾ കൂടുതലായിട്ടും പുറത്തൊന്നും പോവാറില്ല. പോവാണെന്നുണ്ടെങ്കിൽ മിക്കവാറും തേഴ്സ്ഡേ നൈറ്റിലാണ് പോവാറുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫ്രൈഡേ കഴിഞ്ഞു. പിന്നെ ഒന്ന് വൈകുന്നേരം ഒരു കോഫിയും റസ്കൊക്കെ ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി എല്ലാ ഫ്രൈഡേകളിലും ഞങ്ങൾ അങ്ങനെ ബർഗർ ഉണ്ടാക്കാറാണ് കേട്ടോ. എല്ലാവർക്കും ചോറ് കഴിക്കാറില്ല. കാരണം തേഴ്സ്ഡേയും നൈറ്റിലും പിന്നെ ഫ്രൈഡേ ഉച്ചക്കും അങ്ങനെ ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുന്നതുകൊണ്ട് തന്നെ നൈറ്റിൽ ഇങ്ങനെ ബർഗറാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ പുറത്തുനിന്ന് ഫുഡ് അങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പുറത്തുനിന്ന് ഫുഡ് കൂടുതലും കഴിക്കുന്നവരല്ല. ഞങ്ങൾ അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങി കഴിക്കലൊന്നുമില്ല. കൂടുതലും ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കാറ് തന്നെയാണ്. ബർഗർ ഞാനിങ്ങനെ പുറത്ത് വാങ്ങി കഴിക്കുന്നതിലേറെ എനിക്കിഷ്ടം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. കാരണം പുറത്തുനിന്ന് വാങ്ങി ചിലർന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചില ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഉള്ളിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു ചിക്കൻ പീസും ചീസും മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ടൊമാറ്റോയും അതുപോലെ ആ ഒരു കുക്കുംബറൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എയർ ഫ്രയറിലാണ് ഇങ്ങനെ ഒന്ന് ആ ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കൽ. ഇപ്പം ഞാൻ ഇങ്ങനെ ആവി കയറ്റി എടുക്കലാണ് കേട്ടോ. ഇങ്ങനെ ആവി കയറ്റി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ ആ ഒരു ബണ്ണ് ഭയങ്കര നല്ല സോഫ്റ്റാണല്ലോ, അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. നമ്മൾ എയർ ഫ്രയറിൽ വെക്കുമ്പോൾ കുറച്ച് ബണ്ണൊന്ന് ഡ്രൈ ആയിട്ട് കുറച്ച് കട്ടിയായിട്ട് മാറും. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ നല്ല പൊതുവേ എല്ലാവർക്കും സ്പെഷ്യലായിട്ടുള്ള ഒരു വീക്കെൻഡിലുള്ള ലീവുള്ള ദിവസം. അപ്പോൾ
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, മറന്നു പോകരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഇടുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം ഞാൻ ആ ഒരു ചിക്കൻ മജസ്റ്റിക് റെസിപ്പി ഇടാം കേട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.